മനുഷ്യരെ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ രോഗികളാക്കാം, അവരെങ്ങനെ കച്ചവട സ്ഥാനങ്ങളാക്കി മാറ്റിയെടുക്കാം എന്നുള്ളതിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഹോസ്പിറ്റലുകൾ. ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി എത്തിക്കഴിഞ്ഞാൽ അവനെ കാലാകാലത്തെ രോഗിയാക്കി മാറ്റിയിട്ടാണ് തിരിച്ചു പറഞ്ഞയക്കാറ്. വൻകിട ഹോസ്പിറ്റലിൽ കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരം രോഗികളിൽ നിന്നും കൊള്ള ചെയ്യാറുള്ളത്. സ്വന്തം വീട് വിറ്റും പണയം വെച്ചും അങ്ങനെ പണമുണ്ടാക്കി ക്യാൻസർ രോഗികളോ അല്ല അതേപോലെയുള്ള രോഗികളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൊള്ള ചെയ്യും. ഇതിനൊക്കെ ഒരു അനർഥി വരണ്ടേ? ഒരു ചികിത്സ, ഒരു ഹോസ്പിറ്റൽ ചെന്നാൽ എന്താണ് ചികിത്സ, അവിടെ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് എന്നെല്ലാം അറിയാനുള്ള അവകാശമില്ലേ? ഇതിനെക്കുറിച്ച് നമ്മളോട് ഇപ്പോൾ സംസാരിക്കാനായി വേൾഡ് സോഷ്യൽ റൈറ്റ് കൗൺസിൽ നാഷണൽ ചെയർമാൻ ശ്രീ EM ജോസഫാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അതായത് ഞാൻ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ ഗൗരവമുള്ളതാണ്. അതായത് ഹോസ്പിറ്റലിലേക്ക് ഒരാൾ ചെന്നപ്പെട്ടാൽ, ഏതെങ്കിലും രോഗമായി ചെന്നാൽ, ഒരു തലവേദനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു സ്കാനിങ് മറ്റേ കുന്തം കുടച്ചിറക്കം ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അവനെ നിത്യരോഗിയാക്കാനുള്ള അടുത്ത മരുന്ന് കൊടുക്കും. അവൻ മടങ്ങി വരുമ്പോൾ താൽക്കാലം ആശ്വാസം ഉണ്ടാവും, പക്ഷെ അവർക്കറിയാം വീണ്ടും രോഗിയായിട്ടാണ് അവൻ ചെല്ലുക എന്നുള്ളത്. ഉറപ്പുണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന കൊള്ളയെക്കുറിച്ച്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിയന്ത്രിക്കാൻ എന്താണ് മാർഗം? കേരളത്തിൽ ഇന്ന് നഷ്ടത്തിലോടാത്ത ഏക വ്യവസായം സ്വകാര്യ ആസ്പത്രികളുടെ വ്യവസായമാണ്. ഈ കൊച്ചിയിൽ ഏതാണ്ട് 10-15ഓളം വൻകിട ഹോസ്പിറ്റലുകളുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അങ്ങനെ ഓമനപ്പേര് പല വിധത്തിലും. തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, കോട്ടയത്തുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂർ, കാസർഗോഡ്, എല്ലായിടത്തും നിരവധിയായിട്ടുള്ള സ്വകാര്യ ആസ്പത്രികൾ നിലവിലുണ്ട്. ശരിക്കും മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന സങ്കേതമാണ് ഇത്തരം സ്വകാര്യ ആസ്പത്രികളെന്ന് നമുക്ക് നാട്ടുകാർക്കെല്ലാം സ്വന്തം അനുഭവത്തിലൂടെ അറിയാവുന്ന കാര്യമാണ്. ഈ കൊച്ചിയിൽ മരിച്ച രോഗിക്ക് വേണ്ടി ചായയും പരിപ്പോടെയും വാങ്ങിയ ഹോസ്പിറ്റൽ വരെ ഉണ്ട്. അതൊരു കച്ചവടമാണ്. അതൊരു കച്ചവടമാണ്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യം പുറത്തു കൊണ്ടുവന്ന വാർത്ത. രേഖാമൂലം. അതെ. അപ്പൊ ഇങ്ങനെ ഇപ്പോ തിരുവനന്തപുരത്ത് ഒരു കിഡ്നി മാറ്റി വെക്കേണ്ട ചെലവല്ല കൊച്ചിയിലെ ചെലവല്ല. ഇപ്പൊ നമുക്ക് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്ത ഈ ട്രീറ്റ്മെന്റിന് മരുന്നിനെല്ലാം എല്ലായിടത്തും ഒരേ വിലയല്ലേ? അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഒരു വില വരിക? ചികിത്സാ ചെലവ് തിരുവനന്തപുരത്തൊന്ന്, കൊച്ചിയിലൊന്ന്, കോഴിക്കോടൊന്ന്, മലപ്പുറത്തൊന്ന്, അങ്ങനെ എങ്ങനെയാണ് മാറ്റാൻ വരിക? അപ്പൊ തോന്നിയ പോലെ പാവപ്പെട്ട രോഗികളെ കൊള്ളയടിക്കുന്നവരെ നിയന്ത്രിക്കണ്ടേ? അത് നിയന്ത്രിക്കാൻ എന്താ വഴി എന്ന് വിചാരിച്ചിരുന്നവരല്ലേ കേരളത്തിലെ ജനങ്ങൾ? ഇപ്പം കേരളത്തിലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതി പറയുന്നത് ചികിത്സാ ചെലവ് ഹോസ്പിറ്റലുകളിൻ്റെ ഫ്രണ്ടിൽ തന്നെ പ്രദർശിപ്പിക്കണമെന്നാണ് പറയുന്നത്. കൊച്ചിയിലടക്കം ഒരാസ്പത്രിയിലും ആ നടപടി എടുത്തിട്ടില്ല. ഇത് ഹൈക്കോടതി വിധിയാണ്, ജനങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഒന്ന് വായിക്കാവോ? തീർച്ചയായിട്ടും ഞാൻ വായിക്കാം. ഇതിൽ എന്താണ് പറയുന്നത് ബ്രീഫായിട്ട് പറയാമോ? എന്നിട്ട് ഞാൻ വായിക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി. Court orders hospital to display service and package rates. Dr. Madhusudan Singh ഇന്ത്യതാണ് ഇത്. Abstract. In 2025, the Kerala High Court handed down 2 landmark decisions with the far-reaching consequence for the Indian healthcare system. The first ruling upheld two crucial sections of the Kerala Clinical Establishments Registration and Regulation Act 2018, specifically mandating that all clinical establishments must prominently display their fee structures and package rates in both Malayalam and English. The court also championed inclusive governance by endorsing the participation of patient representatives in statutory bodies overseeing health care institutions. The second major decision delivered in criminal MC number
3414 and 4729/2025 clarified the standard for criminal medical negligence under section 304A of the Indian Penal Code IPC. The court reaffirmed that only gross negligence constitutes a criminal offense and outlined a detailed time-bound process for investigations involving expert panels and the State Apex Committee. This process include proper notice, opportunities for written submissions, hearings when gross negligence is suspected, recent opinions, and an appeal mechanism. The court also strongly discouraged the routine arrest of doctors. This white paper provides practical guidance for hospitals to comply with these rulings through robust price transparency programs and improved governance structures. For clinicians, it offers a defensibility playbook emphasizing thorough diagnosis, meticulous documentation, and clear escalation pathways. The importance of these protocols is illustrated through a recent consumer forum case where the absence of appropriate diagnostic test led to tragic outcome. The case demonstrates the following: established protocols and maintaining comprehensive records can significantly reduce both risk and harm. Keywords: Kerala High Court Clinical Establishment Act 2018, Price Transparency, Package Rates, Patients Representation, Section 3404A, IPC, Criminal Medical Negligence, Jacob Matthew, Bolam Test, Expert Panel, Apex Committee, Consumer Forum, Diagnostic Stewardship. Executive Summary: Transparency Mandate. All clinical establishments in Kerala are required to display their fee and package rates in both Malayalam and English at clearly visible locations within their premises. The High Court dismissed challenges to this requirement, emphasizing that previous division bench directions already mandated compliance. Governance: the court supported the inclusion of patient representatives on statutory bodies, ensuring parity with the healthcare provider representatives, and rejected any objections to this inclusive approach. Criminal negligence standard: the threshold for criminal liability under section 304A IPC remains gross negligence, a higher bar than civil negligence. The Bolam test continues to set the standard for what constitutes a responsible body or medical opinion. Investigators must seek independent expert opinions and refrain from routinely arresting doctors. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. ഞാൻ ഹൈക്കോടതി ഉത്തരവിനെ വിശദീകരിക്കാൻ അല്ല ഉദ്ദേശിക്കുന്നത്. അല്ല, അതിന്റെ ബ്രീഫായിട്ട് അതായത് ചികിത്സാ ചെലവ്, ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥകൾ, ഈ ചികിത്സാ ചെലവ് രോഗിക്കും ബന്ധുക്കൾക്കും കൃത്യമായി കാണാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി പ്രദർശിപ്പിക്കണം എന്നാണ് കോടതി. അതായത് ഒരു ഹോസ്പിറ്റലില് ചെല്ലുമ്പോൾ അവർ നടത്തുന്ന ചികിത്സ എന്തൊക്കെയാണ്, അതിന് എന്ത് ചെലവ് വരും, എന്ത് ടെസ്റ്റിന് ഇത്ര രൂപ, മറ്റേ ബ്ലഡ് ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, ഡോക്ടറെ കാണുന്നതിന് എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി ബോർഡിൽ വെക്കണം എന്നാണ് കോടതി വിധി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതായത് ഡോക്ടറുടെ ഫീസ്, അതുപോലെ തന്നെയുള്ള പരിശോധന, ഇത് ഈ സ്കാന്, അങ്ങനെ MRI സ്കാന്, അതിൻ്റെ ഒക്കെ ചിലവ്. ഇനി ബ്ലഡ് ടെസ്റ്റ് നടത്തുവാണെങ്കിൽ അതിൻ്റെ ചിലവ്, അങ്ങനെയുള്ള ചിലവുകൾ അടക്കം എഴുതി വയ്ക്കാം. കിഡ്നി കംപ്ലൈൻ്റ് ഉള്ള രോഗിക്ക് ആ കംപ്ലൈൻറ്റിന് എത്ര രൂപ ചിലവ് വരുമെന്ന് കൃത്യമായിട്ട് എഴുതി വയ്ക്കാം. ആ പണം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ആ പണം അവർക്ക് ചികിത്സാ ചെലവിന് ഉപയോഗിക്കാനുണ്ടോ എന്ന് രോഗിക്കും ബന്ധുക്കൾക്കും മനസ്സിലാക്കിയിട്ട് വേണം ചികിത്സയിലേക്ക് കടക്കാൻ. കാശില്ലാത്തതിൻ്റെ പേരിൽ ചെന്നാൽ അവർ ചികിത്സിക്കുകയല്ലോ. അപ്പോൾ ഇത്ര സുതാര്യമായ ഒരു ഹൈക്കോടതി വിധി വന്നിട്ട് ഈ വിധിയോട് കൃത്യമായി പ്രതികരിക്കാൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. എനിക്കുള്ള ഒറ്റ ചോദ്യം,
കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ആരുടെ ഭാഗത്താണ്? പാവപ്പെട്ട രോഗികളുടെ ഭാഗത്താണോ സമ്പന്നരായ സ്വകാര്യ ആസ്പത്രി ഉടമകളുടെ ഭാഗത്താണ്? ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറയേണ്ട സമയമാണിത്. അല്ല, അത് വളരെ ക്ലിയർ ആണ്. അവര് നമ്മളെ വീണ ജോർജ് എല്ലാ ആഴ്ചകളിലും ഭർത്താവും അവരും കൂടി ഇരുന്നിട്ട് ഏതൊക്കെ പഴയ മരുന്നുകൾ വാങ്ങാം, എന്നിട്ട് അത് മെഡിക്കൽ കോർപ്പറേഷനെ കൊണ്ട് എടുപ്പിക്കും, എന്നിട്ട് കത്തിച്ച് കളയും ബില്ലുകളും മറ്റുമൊക്കെ. എന്നിട്ട് സാധാരണ രോഗികൾക്ക് എങ്ങനെ രോഗിയും കൂട്ടി കൊടുക്കാം എന്നുള്ളതാണ് അവരെ ഗവേഷണം. അവർക്ക് കൃത്യം കോടിക്കണക്കിന് രൂപ കമ്മീഷൻ അവിടെ നിന്ന് കിട്ടും. അത് പിണറായി വിജയനും അവിടെ കിട്ടും. ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ 2016 കാലത്ത് രോഗികൾ കിട്ടാനില്ലായിരുന്നു. എന്താ കാരണം അറിയാമോ? 2015 കാലത്ത് ഇവിടെ മദ്യനിരോധനം ഉണ്ടായിരുന്നു. മദ്യനിരോധന സമയത്ത് കേരളത്തിലെ ഹോസ്പിറ്റലിൽ ആളില്ലാത്ത വല്ലാത്ത അവസ്ഥയും രോഗികൾ കിട്ടാനില്ല. ഉമ്മൻചാണ്ടിയാണ് കൊലപാതകം ചെയ്തത്. ഈ ഹോസ്പിറ്റലിലേക്ക് ആളെ കിട്ടാത്തതുകൊണ്ട്, മദ്യപാനം ഇല്ലാത്തതുകൊണ്ട് രോഗികൾ കുറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലുകാർ എല്ലാവരും കൂടെ പിണറായി വന്നപ്പം ഒരു 100 കോടി ഉറുപ്പിയായിട്ട് പോയിട്ട് അവിടെ ചെന്നു, പിണറായി ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് രോഗികളൊന്നും കിട്ടാനില്ല, ഇതാണ്ട് വെച്ചോളൂ 100 ഉണ്ട് ഇപ്പം. അപ്പം തന്നെ പിൻവലിച്ചു. എല്ലാ സ്ഥലത്തും മദ്യപാനം. ഈ ഗവൺമെന്റിനെ പറയുന്നതോടൊപ്പം കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സംബന്ധിച്ചു. അതായത് വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിലിന് ഒരു രാഷ്ട്രീയം, ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്, ഇവിടെ മദ്യനിരോധനം നടന്ന സമയത്ത് രോഗികൾ കുറവായിരുന്നു. പെട്ടെന്ന് മദ്യനിരോധനം മാറ്റി. അത് ഭരണപക്ഷത്തുള്ള ആളായിരുന്നല്ലോ കൊണ്ടുവന്നത് മദ്യനിരോധനം. പക്ഷെ അവിടെ രോഗികൾ ഇല്ല എവിടെയും. അവസാനം ഈ മദ്യത്തിന്റെ ആൾക്കാരല്ല പിണറായിനെ പിടിച്ചത്, ഹോസ്പിറ്റലിന്റെ ആൾക്കാരാ പിടിച്ചത്. മദ്യത്തിന്റെ ആൾക്കാർ പോയിട്ട് മദ്യരാജാക്കന്മാര് പിണറായിന്റെ വീട്ടിൽ പോയി ചെന്നിട്ടില്ല. അതിന് മുമ്പ് ഇവര് പോയി പിടിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളെ ചുറ്റുവട്ടത്തും എന്ത് വേണം? ബാറ് വേണം. അങ്ങനെ ഈ എന്നാ അതിന്റെ പേരും പറഞ്ഞു പോയല്ലോ, നമ്മുടെ ഗവൺമെന്റ് മദ്യം കൊടുക്കുന്ന ബീവറേജ് അങ്ങനെ എല്ലാ സ്ഥലത്തും തുടങ്ങി. അപ്പൊ ഇഷ്ടം പോലെ രോഗികൾ കിട്ടി. അതാണ് അവിടുത്തെ ശരി. പോട്ടെ. ഇനി വേറെ കാര്യം, ഈ കേരളത്തിലെ ഹോസ്പിറ്റലുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലൈസ് എന്താ, അവിടെ ബലാത്സംഗം നടത്താം, പ്രതികളെ രക്ഷിച്ചു. ഈ കോട്ടയത്ത് പിന്നെ ഒരു ഡോക്ടർ, കോട്ടയം മെഡിക്കൽ കോളേജിൽ, അതായത് ഒരു യുവതിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ ഇല്ലെന്നുള്ള പരിശോധന റിപ്പോർട്ട് വെച്ചിട്ട് അതിന്റെ വലതുമൂല മുറിച്ചു മാറ്റി, ബ്രസ്റ്റ് മുറിച്ചു മാറ്റി. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഈ വീണ ജോർജ് വന്നതിന് ശേഷം, മുമ്പ് ശൈലജ ടീച്ചർ നിങ്ങളെ നാട്ടുകാരി ഉണ്ടാകുമ്പോൾ നല്ല ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു. വീണ ജോർജ് വന്ന ശേഷം എല്ലാ ഹോസ്പിറ്റലും ഫ്രീ ആയി വിട്ടിരിക്കുകയാണ്. അവിടെ കാശ് കിട്ടിയാൽ മതി. ഈ കേരളത്തിലെ ഹോസ്പിറ്റലുകളെല്ലാം തന്നെ ഒന്നിനും കൊള്ളാതെ ആക്കിയിട്ട് അവിടെ ചികിത്സയില്ല, ഒന്നുമില്ല, വേഗം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കോ എന്നുള്ളതാണ് അവർ ഇൻഡയറക്റ്റായി ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ചികിത്സയില്ല, എവിടെ പോകും? അല്ല, വേറെ വഴിയില്ലല്ലോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വീണ ജോർജിന്റെ പ്രധാന പണി. ഗവൺമെന്റ് തന്നെ അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒന്നാമത് അവരെ ചികിത്സയുടെ എത്രയാണ് എമൗണ്ട് വരുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആരെ കാണിക്കണം, അവരുടെ ചികിത്സ എത്രയാണ്, എത്ര എമൗണ്ട്, ഇന്ന ട്രീറ്റ്മെന്റിന് ഇത്ര എമൗണ്ട്, അതിന് ഓപ്പറേഷൻ ഇത്ര എന്ന് കൃത്യമായി ബോർഡ് വെക്കണം. ടെസ്റ്റ് നടത്തുന്നതിന് ഇത്രയാന്നുള്ളത് എഴുതി വെക്കണം. ഒരു ഡോക്ടർക്കുള്ള ചെലവ് എന്താണെന്ന് എഴുതി വെക്കണം. ഹോസ്പിറ്റലിൽ അടക്കുന്ന ഫീസ് എത്രയാണ്, എൻട്രൻസ് ഫീസ് എത്രയാണ് എഴുതി വെക്കണം. ഇത് സുതാര്യമായി വലിയ ബോർഡ് കാണുന്ന രൂപത്തിൽ വെക്കണം എന്നാണ് അതിൻ്റെ അകത്തുള്ളത്. ഫ്രണ്ടിൽ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത്ര സുതാര്യമായിട്ട് കൃത്യമായിട്ടൊരു കോടതി വിധി നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലും നടത്തിയിട്ടില്ലല്ലോ. കേരളത്തിലെവിടെയില്ല. കേരളത്തിൽ ഒരിടത്തുമില്ല. നടപ്പിലാക്കേണ്ട ആരാണ്? നോക്കി ചെക്ക് ചെയ്യേണ്ടത് ആരാ? ഇത് നടന്നില്ലെങ്കിൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. പിന്നെന്താ? അവർക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കാൻ അവർക്കെതിരെ. ഉറപ്പായിട്ടും എല്ലാ ഹോസ്പിറ്റലും ബാധകമായ വിധിയാണിത്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും ബാധകമായ വിധിയാണിത്. ഈ വിധി നടപ്പിലാക്കുന്നില്ലെങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കാം. എന്തുകൊണ്ടില്ല? ഇപ്പം ഡിസംബറിൽ വന്നിട്ടുള്ള വിധിയായി ഇത്. ഡിസംബർ 2025. എന്നിട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നടപ്പിലാക്കാതിരിക്കുന്നത്? ഇക്കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്വം ഒന്നുമില്ലേ? ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് ഭരണം? ഏത് ഗവൺമെന്റ് വന്നാലും കമ്മീഷൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പായിട്ട് ആരോഗ്യ വകുപ്പ് മാറിയിട്ടുണ്ടോ? മറുപടി പറയണ്ടേ?
ഒരു കൊല്ലത്തിൽ 1,00,000 കോടിയുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന സ്ഥലമാണ് ആരോഗ്യവകുപ്പ്. അതെ, മരുന്ന് വാങ്ങുന്നതിൽ, എക്യുപ്മെന്റ്സ് വാങ്ങുന്നതിൽ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ളത്. അതെ. ഇപ്പൊ ഒരു പിന്നെ ദന്തൽ ചെയറിന് 5 ലക്ഷം രൂപയാണ്. ഇപ്പൊ 5-8 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാവും. അത് 3 മാസം കൊണ്ടൊക്കെ മാറ്റി വെക്കുന്നത് എന്തുകൊണ്ട്? ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് താങ്കൾ ഈ സ്ഥാപനം, അതായത് വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിലിന്റെ ശ്രദ്ധ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും മന്ത്രിമാരിലേക്കും പോകണം എന്നുള്ളത് റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത്. ഇപ്പൊ നമ്മൾ ഈ കാര്യത്തിലേക്ക് കടക്കാം. ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ് നമ്മൾ എടുക്കാൻ പോണത്? ഇത് നമ്മൾ പരമാവധി ഹോസ്പിറ്റലുകളിൽ കത്ത് കൊടുക്കും, ഹൈക്കോടതി വിധി നടപ്പിലാക്കണം എന്ന് പറഞ്ഞ്. അതും അവരനുസരിക്കുന്നില്ലെങ്കിൽ ഈ വിധി നടപ്പിലാക്കി കിട്ടാൻ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും. ഇത് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിക്ക് അടക്കം ഹെൽത്ത് സെക്രട്ടറിക്ക് അടക്കം കത്ത് കൊടുത്ത് ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലും ഇത് പ്രദർശിപ്പിക്കണം. അതേപോലെ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. അതെ, നെഗ്ലിജൻസ് ചെറിയ, അതായത് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ജീവൻ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന സ്ഥലമാണ്. ചെറിയ കാര്യമല്ല. അതിനെ ഇത്ര നിസ്സാരമായിട്ട് കാണാൻ പാടുണ്ടോ? ഹൈക്കോടതി ഇത്ര ഗൗരവത്തിൽ ഇടപെട്ടിട്ട് കേരള സർക്കാരിന് അതിലൊരു ഗൗരവം കാണാത്തത് എന്തുകൊണ്ടാണ്? ആരോടാണ് കടപ്പാട്? ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്? കേരളത്തിലെ സ്വകാര്യ ആസ്പത്രികളുടെ ഏജന്റാണോ ഇവിടെ ഭരിക്കേണ്ടത്? ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പുല്ലുവില കൊടുക്കുന്നവരാണ് കേരളത്തിലെ സ്വകാര്യ ആസ്പത്രികൾ. ഓരോ ആസ്പത്രി ഓരോ കൊല്ലം തോറും കോടാനുകൂടി സമ്പാദിക്കുക. അവരെ നിയന്ത്രിക്കാൻ ഹൈക്കോടതി ഉത്തരവിറക്കിയിട്ട് ആ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ആരോഗ്യവകുപ്പിന് ആരെങ്കിലും നാഥന്മാരുണ്ടോ? ഇവിടെ ഒരു മന്ത്രിയുണ്ട്, സെക്രട്ടറി ഉണ്ട്. ഇവരൊക്കെ എവിടെ പോയേക്കും? ആരോടാണ് കടപ്പാട്? അതാണ് എൻ്റെ ചോദ്യം. ജനങ്ങൾ ഒരു വശത്ത്, ആസ്പത്രി ഉടമകൾ ഒരു വശത്ത്. ആരോടാണ് നിങ്ങളുടെ കടപ്പാടെന്ന് സർക്കാർ വ്യക്തമാക്കണം. വേണ്ടേ? ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ശ്രീ EM ജോസഫ്, അതായത് വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ നാഷണൽ ചെയർമാൻ ശ്രീ EM ജോസഫ് ഉയർത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ എല്ലാ ഹോസ്പിറ്റലും, ഹൈക്കോടതി ഉത്തരവ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ത്യയിലെ ഹോസ്പിറ്റലും ബാധകമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലും ബാധകമാണ്. അവർ നിർബന്ധമായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. ഈ വീഡിയോ കണ്ട് എല്ലാ ഹോസ്പിറ്റലിന്റെ അധികൃതരും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പ്രദർശിപ്പിച്ചില്ലെങ്കിൽ ഈ സംഘടന ആ സമരവുമായി രംഗത്ത് വരും. നിയമപരമായിട്ട് അവർ ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അവർ മാത്രമായിരിക്കും ഉത്തരവാദിത്തം. കാരണം ഞങ്ങൾക്ക് ഈ സംഘടനയ്ക്ക് രോഗികളോട് ജനങ്ങളോട് മാത്രമാണ് ഉത്തരവാദിത്തം. അത് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ഫൈറ്റിന് അവർ ഇറങ്ങുകയാണ്. ഇത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ക്രൈമിന് ഇന്റർവ്യൂ തന്നിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ, ക്രൈമിന്റെ പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ അറിയിക്കാണ്. അതുകൊണ്ട് ഓരോ രോഗികളും ജനങ്ങളും നിങ്ങൾ ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ബോർഡ് ഉണ്ടോ ഇല്ല എന്ന് പരിശോധിക്കുക. ബോർഡ് ഇല്ല എങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അത് ഈ സംഘടനയ്ക്ക് അറിയിക്കും. സംഘടന അത് ഏറ്റെടുക്കും. അങ്ങനെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും ഇത് സമയപരിധിക്കുള്ളിൽ വന്നില്ലെങ്കിൽ അത് ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഹോസ്പിറ്റലിന് അവർക്ക് ലൈസൻസ് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം അത് അവർ മാത്രമായിരിക്കും. ഞങ്ങൾ വാർത്തയും പ്രസിദ്ധീകരിക്കും. അത്തരം ഹോസ്പിറ്റലിലെ ഉടമകൾക്കെതിരെയായിരിക്കും ഞങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കാം. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികളോടും ജനങ്ങളോടും ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കും. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കേരളത്തിലെ ഒറ്റ രാഷ്ട്രീയ പാർട്ടി പോലും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അത് വളരെ ഗൗരവമായുള്ള ഒരു കാര്യമാണ്. ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പം എന്തായാലും ജനങ്ങളുടെ എല്ലാ പിന്തുണയും സഹകരണവും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. കാരണം ഇത് അവരുടെ പ്രശ്നമാണ്. ഈ കാര്യത്തിൽ ഈ സംഘടനയുമായി ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം വെക്കുന്നുണ്ട്. 8893 59 7270. നന്ദി, നമസ്കാരം. നമസ്കാരം. താങ്ക് യു.